കാഞ്ചിയാർ പഞ്ചായത്ത് 7-ാം വാർഡിൽ ഉൾപ്പെട്ട മുടങ്ങിയ കക്കാട്ടുകട തൊവരയാർ റൂട്ടിലെ കുഴിയോടിപ്പടി പാലത്തിന്റെ ഗുണഭോക്താക്കൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നു. പാലം നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിച്ച് തങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടെത്തി തരണമെന്നാണ് ആവശ്യമുയർത്തുന്നത്. പ്രത്യക്ഷ സമര പരിപാടികളുമായി നാട്ടുകാർ നീങ്ങുകയാണ്. പാലം നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നത് പ്രദേശത്തെ 100ഓളം കുടുംബങ്ങളെയാണ് ദുരിതത്തിലാഴ്ത്തിയിരിക്കുന്നത്. 2 വർഷം മുമ്പാണ് ഇവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം പൊളിച്ചു നീക്കിയത്. തുടർന്ന് റോഷി അഗസ്റ്റിൻ MLA ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപ പാലം നിർമ്മിക്കാനായി അനുവദിച്ചിരുന്നു. മണ്ണ് പരിശോധന നടത്തിയപ്പോൾ നിശ്ചിത താഴ്ചയിൽ പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കൂടുതൽ ഫണ്ട് ആവശ്യമായി വന്നു. ഇതോടെ പഞ്ചായത്ത് അംഗം ഷാജി വേലമ്പറമ്പിൽ 13 ലക്ഷം രൂപ കൂടി ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാർ നൽകിയതോടെയാണ് പാലം പൊളിച്ചത്. അടിത്തട്ടിലെ പണികൾക്കായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ജോലികൾ ആരംഭിച്ചപ്പോഴാണ് മുൻപ് പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനേക്കാൾ 5.5 അടി കൂടി താഴെയാണ് പാറയെന്ന് വ്യക്തമായത്. അതോടെ 74 ലക്ഷം രൂപയാക്കി എസ്റ്റിമേറ്റ് പുതുക്കി. അവശേഷിക്കുന്ന തുക ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വകയിരുത്തിയെങ്കിലും നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് ഡിസൈനിൽ വീണ്ടും മാറ്റം വേണമെന്ന ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു. ഡിസൈൻ വീണ്ടും മാറ്റിയതോടെ എസ്റ്റിമേറ്റ് തുക 1 കോടിയായി ഉയർന്നു. 35 ലക്ഷം രൂപ ഉപയോഗിച്ച് ഇരുവശങ്ങളിലും അടിത്തറയും തൂണുകളിലെ കുറച്ചു ഭാഗവും നിർമ്മിച്ചെങ്കിലും അവശേഷിക്കുന്ന പണികൾക്ക് ഫണ്ടില്ലാത്ത സ്ഥിതിയിൽ ജോലികൾ മുടങ്ങുകയായിരുന്നു. പാലം പൊളിച്ച ശേഷം സഞ്ചരിക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാതെ വന്നതോടെ നാട്ടുകാർ താൽക്കാലിക നടപ്പാലം സ്ഥാപിച്ചാണ് യാത്ര ചെയ്തിരുന്നത്. ഇത് കഴിഞ്ഞ ആഴ്ച പെയ്ത മഴയിൽ ഒലിച്ചുപോയി. നടപ്പാലവും തകർന്നതോടെ ഈ മേഖലയിലുള്ളവർ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികളിലാണ്. ഇതോടെയാണ് പ്രത്യക്ഷ സമരവുമായി പ്രദേശവാസികൾ രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. പലതവണ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർമാർ, അതുപോലെ ഈ നാട്ടിലെ ജനങ്ങൾ, സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ, അവരോടെല്ലാം പലപ്പോഴായി ഇതിൻ്റെ ബാക്കി പണം ഞാൻ അനുവദിച്ചു കൊള്ളാം എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ളതായിരുന്നു. പക്ഷേ 2.5 വർഷക്കാലം കഴിഞ്ഞിട്ടും ഈ പാലത്തിൻ്റെ തൂണുമൊക്കെ നിങ്ങൾക്ക് കാണാം, ഈ കാട് പിടിച്ച് കിടക്കുന്നതല്ലാതെ ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് സാധിച്ചിട്ടില്ല. ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെയുള്ള ആളുകൾക്ക് പള്ളിയിൽ പോകണമെങ്കിൽ, അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് പോകാൻ, ആശുപത്രികളിൽ പോകാൻ, കൊച്ചു കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ ഒക്കെ 3 കിലോമീറ്റർ ദൂരം കൂടുതൽ സഞ്ചരിച്ചാണ് ഈ 2.5 വർഷക്കാലമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലം നിർമ്മാണം അടിയന്തരമായി ആരംഭിച്ച് തങ്ങൾ വർഷങ്ങളായി നേരിടുന്ന യാത്രാക്ലേശത്തിന് പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ പ്രദേശത്തെ കുടുംബങ്ങളിലെ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും അടക്കം വലിയ രീതിയിലുള്ള യാത്രാക്ലേശമാണ് അനുഭവിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.